ഡിസംബർ 27 മുതൽ 29 വരെ നടക്കുന്ന ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റ് സീസൺ 4 ഭാഗമായുള്ള മീഡിയ സെൻ്ററിൻ്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസിൻ്റെ സാന്നിധ്യത്തിൽ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾ ഏറ്റെടുത്ത ഉത്സവമായി ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് മാറിക്കഴിഞ്ഞെന്ന് മേയർ പറഞ്ഞു. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിൻ്റെ 4ാം സീസൺ കൂടുതൽ വിജയകരവും ഫലപ്രദവുമായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മേയർ പറഞ്ഞു. സീസൺ 4 ഭാഗമായുള്ള പത്രസമ്മേളനം മാസം 27-ന് B2B മീറ്റ് കോഴിക്കോട് കടവ് റിസോർട്ടിൽ വെച്ച് ചാലിയാറിന്റെ തീരത്ത് സംഘടിപ്പിക്കുന്നത്. മലബാറിലെ ടൂറിസത്തെ വികസിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ടൂറിസം ഇൻഡസ്ട്രിയിലെ വിവിധ മേഖലകളിലുള്ളവർ ഇതിനകം തന്നെ B2B മീറ്റിൽ പങ്കെടുക്കാം എന്ന് അറിയിച്ചിട്ടുണ്ട്. ഭാവിയിൽ ഇവരൊക്കെ തന്നെ മലബാർ ടൂറിസത്തിനും കേരള ടൂറിസത്തിനും വികാസം സൃഷ്ടിക്കുന്ന നിലയിലേക്ക് പുതിയ പദ്ധതികൾക്ക് സ്വകാര്യ നിക്ഷേപത്തിന് ഉൾപ്പെടെ തയ്യാറായി നിൽക്കുകയാണ്. അതും ഈ B2B മീറ്റിംഗിന്റെ ഒരു പ്രധാന ചർച്ചാ വിഷയമായി. ടൂറിസം മേഖലയിൽ PPP പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷന്റെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. അതിനെ എല്ലാ നിലയിലും സർക്കാർ പ്രോത്സാഹിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. B2B മീറ്റ് അതിനേറെ സഹായകരമായി മാറും. ഡിസംബർ 27 മുതൽ 29 വരെ ബേപ്പൂര്, നല്ലൂര്, ചാലിയം ബീച്ച് എന്നീ വേദികളിൽ പ്രശസ്ത കലാകാരന്മാർ അണിനിരക്കുന്ന സംഗീത വിരുന്ന്, മ്യൂസിക്കൽ ബാൻഡ് എന്നിവ ഉണ്ടായിരിക്കും. ഫെസ്റ്റിവലിന്റെ ഭാഗമായുള്ള പ്രീ ഇവന്റുകൾ ഡിസംബർ മാസം 13 മുതൽ കോഴിക്കോട് ബീച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു. കബഡി, വോളിബോൾ, റഗ്ബി, ഫുട്ബോൾ, സ്കേറ്റിംഗ്, മിനി മാരത്തോൺ, ബഷീർ ഫെസ്റ്റ്, സൂഫി ഗസൽ നൈറ്റ്, പാട്ടുവണ്ടി പര്യടനം, മ്യൂസിക്കൽ ബാൻഡ് അവതരണങ്ങൾ, ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ ചിത്രരചന, സംവാദം, സൈക്ലിംഗ് തുടങ്ങി നിരവധി പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന്റെ ഭാഗമായി ഫറൂഖ് മുനിസിപ്പാലിറ്റിയിലെ നല്ലൂരിൽ ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കുന്നു. ഫെസ്റ്റിവലിന്റെ സമാപന സമ്മേളനം ഡിസംബർ മാസം 29-ന് സാംസ്കാരിക ഫിഷറീസ് വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. രാജ്യസഭാ അംഗം ബഹുമാന്യനായ ശ്രീ AP അബ്ദുൽ വഹാബ് മുഖ്യാതിഥിയായി. അതിൽ വിവിധ മേഖലകളിലുള്ള സമൂഹത്തിലെ വിവിധ മേഖലകളിലുള്ള ആളുകൾ അതിന്റെ ഭാഗമായി ആ പരിപാടിയിൽ വിശിഷ്ടാതിഥികളായിട്ടുണ്ടാകും. അവരൊക്കെ ഇതിൽ പങ്കുകൊള്ളാന്ന് പറഞ്ഞത് അതിന്റെ വിശദമായ വിവരങ്ങളിലേക്ക് ഞാനിപ്പോ കിടക്കുന്നില്ല. ഇതിൽ സമ്മാനമായി ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന്റെ കൂടി ഭാഗമായി കോഴിക്കോട് ജനതക്ക് കുറേയേറെ ടൂറിസം പദ്ധതികളെ പുതുവത്സര സമ്മാനമായി നൽകാനാണ് ആഗ്രഹിക്കുന്നത്. അതിലൊന്ന് ബേപ്പൂർ ബീച്ചാണ്. 9,94,00,000 രൂപ ചെലവഴിച്ച് ബേപ്പൂർ ബീച്ച് നവീകരിച്ചിരിക്കുകയാണ്. ദീർഘകാലമായി ഇവിടുത്തെ ജനങ്ങളുടെ, കോഴിക്കോട്ടെ ജനങ്ങളുടെ ഒരു ആവശ്യമാണ്. പുളിമൂട്ട് സൗന്ദര്യവൽക്കരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. ഇന്നാണ് അതിന്റെ ഉദ്ഘാടനം. ഇന്ന് വൈകുന്നേരം 6:30 മണി. പുളിമൂട്ട് സൗന്ദര്യവൽക്കരിച്ചിട്ടുണ്ട്. അവിടെ ഇരുട്ട് എന്നുള്ള പ്രശ്നമുണ്ട്. ലൈറ്റിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് ബോട്ടുകൾ ഇപ്പൊ ബേപ്പൂർ ബീച്ചിൽ വരുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള ചില നവീകരണത്തിന് ചില ഫണ്ടിങ് ഉണ്ട്. അങ്ങനെ 9,94,00,000 രൂപ ചെലവഴിച്ച പദ്ധതി ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടും. ഇത് ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന്റെ ഭാഗമായി കോഴിക്കോട്ടെ കേരളത്തിലെ ടൂറിസ്റ്റുകൾക്ക്, ജനങ്ങൾക്കുള്ള പുതുവത്സര സമ്മാനം. പരിപാടിയുടെ നിലവാരം വരുന്നു. എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഇത് നടത്തിയിട്ടുള്ളത്. ആ നിലയിൽ തന്നെ ഇത്തവണ സീസൺ 4 സംഘടിപ്പിക്കാനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇതുവരെയും കഴിഞ്ഞ 3 തവണയും നടന്നതുപോലെ തന്നെ നല്ല പോസിറ്റീവായ കാര്യങ്ങളാണ് ഇതിന്റെ ഭാഗമായി നടന്നു വരുന്നത്. മലബാറിലേക്ക് ഇതിന്റെ ഭാഗമായി കൂടുതൽ സഞ്ചാരികൾ വരുന്ന നിലയിലേക്കുള്ള പ്രചരണം സംഘടിപ്പിക്കാൻ തയ്യാറാവും. സാഹസിക ജലകായിക മത്സരങ്ങളുടെ ഭൂപടത്തിൽ
നമ്മുടെ സംസ്ഥാനത്തിന് വലിയ നിലയിലേക്ക് ലോക ഭൂപടത്തിൽ ഇടം നേടിക്കൊടുക്കാൻ ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന് സാധിച്ചു. നൂതന ആശയങ്ങളെ എല്ലാ നിലയിലും പിന്തുണക്കുന്ന ജനങ്ങളും ടൂറിസം ഇൻഡസ്ട്രിയും ഇതിനെ രണ്ട് കയ്യിൽ നീട്ടി സ്വീകരിച്ചു. ഉദ്ഘാടനം നിർവഹിക്കുവാനുമാണ് ഇങ്ങനെ നമ്മൾ ഒത്തുചേർന്നിട്ടുള്ളത്. കോഴിക്കോട് കോർപ്പറേഷന്റെ ബഹുമാനിയായ മേയർ ഏതാനും സമയം കൊണ്ട് മീഡിയ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ ഇവിടെ എത്തിച്ചു. ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് 2021 ഡിസംബർ മാസമാണ് ആദ്യമായി ആരംഭിച്ചത്. ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നതിന് ടൂറിസം വകുപ്പിന് കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ട്. ഒന്ന്, മലബാറിലെ ടൂറിസം സാധ്യതക്കനുസരിച്ച് മുന്നോട്ട് വന്നിട്ടില്ല. മലബാർ ടൂറിസം വികസിക്കുന്നത് കേരള ടൂറിസത്തിന് ഏറെ കരുത്ത് പകരുന്നതാണ്. അതുകൊണ്ട് ഒരു വലിയ ഇവന്റ് മലബാറിലെ ഒരു പ്രധാനപ്പെട്ട തുറമുഖ പട്ടണം കൂടിയായ ബേപ്പൂരിൽ, മനോഹരമായ ബീച്ചുകളുള്ള ബേപ്പൂരിൽ ഒരു വലിയ വാട്ടർ സ്പോർട്സ് അടങ്ങിയ ഒരു ഇവന്റ് ആരംഭിക്കണമെന്നാണ് ഞങ്ങള് നിശ്ചയിച്ചത്. അതിന്റെ ഭാഗമായി ആദ്യം ചർച്ച ചെയ്തപ്പോൾ ചില തടസ്സങ്ങൾ ഉണ്ടായി. കോവിഡിന്റെ സമയമായി. എന്നാൽ കോവിഡിന്റെ രൂക്ഷത കുറഞ്ഞു വരുന്ന ഘട്ടത്തിൽ ഒരു വലിയ ഇവന്റ് കേരളത്തിൽ ആദ്യമായി, ഇന്ത്യയിലും ആദ്യമായി സംഘടിപ്പിക്കപ്പെടുന്നത് ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് ആയി. ഉള്ളവർക്കറിയാം, അവിടെ പ്രധാനപ്പെട്ട കെട്ടിടങ്ങളൊക്കെ ലൈറ്റിംഗ്, ബഹുമാനിയ മേയറും ഇവിടെ എത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തിലൊക്കെ പ്രധാന കെട്ടിടങ്ങൾ ലൈറ്റിംഗ് ആണ്. എല്ലാ ദിവസവും സന്ധ്യയായാൽ ദീപാലങ്കൃതമാണ്. അതുപോലെ 2025 കോഴിക്കോട് നഗരത്തിന് പുതുവത്സര സമ്മാനമായി ടൂറിസം വകുപ്പ് ഇന്ന് CSI പള്ളിയും പട്ടാളപ്പള്ളിയും ഹസാർഡ് ലൈറ്റിംഗ് ആരംഭിക്കുകയാണ്. നാളെ ഇത് 7:30 മണിക്കാണ് CSI പള്ളിയിൽ ലൈറ്റിംഗ് ഉദ്ഘാടനം നിർവഹിച്ചതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി നടന്ന് പട്ടാളപ്പള്ളിയിലേക്ക് പോവുകയാണ്. അവിടുന്ന് പട്ടാളപ്പള്ളിയുടെയും ലൈറ്റിങ്ങും നിർവഹിക്കും. നിങ്ങൾ എല്ലാവരും അതിലേക്ക് ക്ഷണിക്കുക. നാളെ കുറ്റിച്ചിറ പള്ളി ഹസാർഡ് ലൈറ്റിംഗ് ആരംഭിക്കും. നാളെ വൈകുന്നേരം 7:30 മണി. ഇത് മൂന്നിനുമായി ഹസാർഡ് ലൈറ്റിങ്ങിനായി 4,46,00,000 രൂപയാണ് 2025 പുതുവത്സര സമ്മാനമായി ഇന്ന് നൽകാൻ വേണ്ടി തീരുമാനിച്ചു. ഇന്നും നാളെയും. കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് വാക്വേ ഡിസംബർ 21 വൈകുന്നേരം 6 മണിക്ക് നാടിന് സമർപ്പിക്കുകയാണ്. 1,10,00,000 രൂപ ഉള്ള ഈ പദ്ധതി ടൂറിസ്റ്റുകൾക്ക് ഏറെ ഉപയോഗപ്രദമാകുന്നതാണ്. കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവിന്റെ പ്രാധാന്യം നമുക്കൊക്കെ അറിയാം. അവിടെ ഒരു വാക്വേ, മനോഹരമായ വാക്വേ വരാൻ വേണ്ടി പോകും. ഇവിടെ നമ്മുടെ ഡിസ്ട്രിക്ട് കളക്ടറിനോടൊപ്പം MSP മാത്രമേ നമ്മുടെ കൂടെ കേരള പോലീസിന്റെ കൂടെ ഉണ്ടായിട്ടുള്ളൂ. ഒരു പെറ്റി കേസ് നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ടി വന്നിട്ടില്ല. വയസ്സായ ആൾക്കാർക്ക് ഇന്ന് നമ്മൾ അവർക്ക് വണ്ടി സൗകര്യം ഒരുക്കുമ്പോൾ ഇറ്റ്സ് ഫോർ യുവർ ഇൻഫർമേഷൻ ടു കളക്ടർ. ബിക്കോസ് അവര് എടുത്തോണ്ട് പോകായിരുന്നു പോലീസുകാർ. പ്രായ ആൾക്കാർക്ക് നടക്കാൻ വയ്യ. അങ്ങനെ എന്തൊരു മനോഹരമായ ഒരു ഉത്സവമായിരുന്നു ആദ്യത്തെ ഉത്സവം എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. ഇന്ന് ഓരോ വർഷം കഴിയും തോറും അത് പൂർവാധികം ആഹ്ലാദ തിമിർപ്പിലേക്കും അതോടൊപ്പം തന്നെ വിജ്ഞാനത്തിന്റെ തലത്തിലേക്കും നമ്മളെ കൊണ്ടുപോവുകയാണ് ബേപ്പൂർ ഫെസ്റ്റ്. കോഴിക്കോട് എന്നൊരു പേര് ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ തെളിഞ്ഞു കണ്ടപ്പോൾ പലരും പറഞ്ഞു അത് യുനെസ്കോ അവാർഡ് കിട്ടിയതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞല്ല, അതിനൊക്കെ മുമ്പ് ഈ കോഴിക്കോടിന്റെ ഖാദി ആധുനിക യുഗത്തിൽ വരുന്നത് ബേപ്പൂർ ഫെസ്റ്റ് കൂടിയാണ് എന്ന് ഞാൻ തിരുത്തുകയുണ്ടായി. അത് എന്തായാലും ബേപ്പൂർ, ഞാനൊക്കെ വിശ്വസിക്കുന്ന ബൈബിളിലെ ഓഫിറാണ് ബേപ്പൂർ എന്നാണ്. ആയിരിക്കാം, കാലചക്രമാണല്ലോ, അതിങ്ങനെ കടന്നു പോകുമ്പോൾ ഒരു കാലത്ത് പ്രശസ്തമായിരുന്ന ബേപ്പൂര് വീണ്ടും ഇതാ 21ാം നൂറ്റാണ്ടില് വീണ്ടും പ്രശസ്തിയിലേക്ക് ഉയരുകയാണ്. അതിനെല്ലാം കാരണക്കാരനായ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയെ നമുക്കൊക്കെ മനസ്സാ നമിക്കാതിരിക്കാൻ സാധിക്കില്ല. കോഴിക്കോട് കോർപ്പറേഷൻ
ബസ് സ്റ്റോപ്പിലേക്ക് വരണം. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നുണ്ടെന്ന് നേരെ ഇവിടെ വിളിച്ചോ. ാനൊക്കെ കെടുത്തി റെഡിയാക്കി കാണാൻ